ഒരു ഈച്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങുമ്പം കാറിനകത്തൊരു ഈച്ച വന്ന് കയറി. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം വരെ വരണം, വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഞാൻ ചില്ലങ്ങ് പൊക്കിയിട്ട് ഈച്ചേനെ അതിനകത്താക്കിയിട്ട് കഴക്കൂട്ടത്ത് ഇറക്കി വിട്ടു എറണാകുളത്തുനിന്ന്. ആ ഈച്ചയുടെ പിന്നിലുള്ള മനോവിചാരങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്തായിരിക്കും ഈ ഈച്ച കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് അഡ്രസ്സും ഇല്ല, ഒരു പരിപാടിയില്ല, ഞാൻ എന്ത് ചെയ്യും, ഏതാണ് ഈ സ്ഥലം? വേറൊക്കെ എൻ്റെ കൂട്ടുകാരൻ ഹരിശ്രീ യൂസഫൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, നടക്കുമ്പം തിരുവനന്തപുരത്ത് എറണാകുളത്ത് ലുലുമാളിൽ പോവാണ് പുള്ളി. അപ്പോൾ ഷൂസിനകത്ത് എന്തോ ഒരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. നടന്ന് കുറേ നേരമായി. അവസാനം അദ്ദേഹം ലുലുമാളിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ വെച്ച് ഷൂസ് തുറന്നിങ്ങനെ തട്ടി നോക്കിയപ്പോൾ ഇത് ഇത്രയുള്ളൊരു തവള ഷൂസിൽ നിന്ന് പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. ഈ തവള ചന്ദ്രൂർ ഭാഗത്തൊരു ഗ്രാമത്തൊരു മുറ്റത്തിൽ നിന്നൊരു ഷൂസിൽ കയറിയതാണ്. ഇത് പുറത്തിറങ്ങിയപ്പോൾ ലുലുമാളിൻ്റെ 3ാമത്തെ ഫ്ലോർ. തവളയ്ക്കൊന്നും എക്സ്പ്രഷൻ പോലും ഇടാൻ പറ്റുകയില്ല. മുഖം കണ്ടിട്ടുണ്ടോ? സമൂസ പോലെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ കുറേ ഈ തവളയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ലുലുമാളിൻ്റെ 3ാം ഫ്ലോറിൽ നിന്ന് ഇനി ഇതിൻ്റെ ജീവിതം എന്താണ്? ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് അനുഭവിച്ചതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇനി ഈ തവള അനുഭവിക്കാൻ പോകുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അപ്പം ഞാനിങ്ങനെ പല സന്ദർഭങ്ങളിൽ പല ജീവികൾ ഞാൻ ഇതിന് ചിലപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ കടന്നിലൊക്കെ വന്നിട്ട് ഈ ചില്ലിൽ ഇടിച്ചുകൊണ്ടിരിക്കും. റിവേഴ്സ് പോരാനുള്ള ജനലിൻ്റെ ചില്ലിൽ പോകാൻ ശ്രമിച്ച് കുറേ നേരം ഇടിച്ചുകൊണ്ടിരിക്കും. ഞാൻ കണ്ടീഷനൊക്കെ വയ്ക്കും, സ്വാതന്ത്ര്യം തരാം, പക്ഷേ അതാന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നു വിടും. പുള്ളി പോവും, ഒരു സന്തോഷം. അങ്ങനെ ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പരിപാടി. ചിലപ്പോൾ നിങ്ങൾ വണ്ടിയിലാണ് വന്നത് ഇങ്ങോട്ട്? ചില്ല് താത്തിയുണ്ടല്ലോ. ആ ഈച്ച ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറും. തിരുവനന്തപുരത്ത് ഇവിടെ എവിടെയോ കറങ്ങി തിരിച്ചു പോകാനായിട്ടാ. തിരിച്ച് അങ്ങോട്ട് തന്നെ വരാൻ കൊണ്ടുപോകാം, കൊണ്ടാക്കാം, പാവപ്പെട്ട ഒരു കുടുംബത്തിനെയൊക്കെ കാണട്ടെ. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പീഷീസ് എന്ന് പറയുന്നതിലൊരു വലിയ സംഭവമുള്ളത്, നമ്മളിപ്പോൾ ലോകത്തെ ഇടയ്ക്ക് വാഴുന്നു, നമ്മളാണ് ഏറ്റവും വലിയ സ്പീഷീസ് എന്നൊക്കെ പറയുമ്പോഴും ഈ AI ഒരു വരവുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് ലാറി പേജ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഫൗണ്ടർമാരുണ്ട്. അവരുമായിട്ടൊരു ചർച്ച നടത്തുകയായിരുന്നു. അപ്പം ഗൂഗിൾ AI വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തി തുടങ്ങി. മസ്ക് തുടങ്ങിയിട്ടില്ല. അപ്പം മസ്ക് ലാറി പേജിനോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു വലിയ വിഷയം ഈ മനുഷ്യൻ ലോകത്തെ ഭരിക്കുന്നത് അവരുടെ ബുദ്ധി കൊണ്ടാണ്. അപ്പം AI എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ കൃത്രിമമായിട്ട് ബുദ്ധി കണ്ടുപിടിക്കുകയാണ്. ശക്തി നമ്മൾ JCB ഉൾപ്പെടെയുള്ള എന്തെല്ലാം കണ്ടുപിടിച്ചോളൂ, ശക്തി നമ്മളാൽ കൺട്രോൾഡ് ആണ്. പക്ഷേ സ്വയം ബുദ്ധിയുള്ളൊരു സാധനം വന്നാൽ അത് പിന്നീട് സ്വന്തമായി റീപ്രൊഡക്ഷൻ ആരംഭിച്ചാൽ, സ്വന്തമായി ചിന്തിക്കാനൊക്കെ തുടങ്ങിയാൽ ചിലപ്പം വലിയ താമസമില്ലാതെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു ജീവവിഭാഗം, അത് ഇലക്ട്രോണിക്സ് ആയിരിക്കാം, അല്ലെങ്കിലായിരിക്കാം, മനുഷ്യനെ അടക്കി വാഴുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായേക്കാം എന്ന് വലിയ അത്ഭുതത്തോടെയും ഭയത്തോടെയും പറഞ്ഞപ്പോൾ ഈ ലാറി പേജ് തിരിച്ചു വിളിച്ചത് നിങ്ങളൊരു സ്പീഷീസിസ്റ്റ് ആണെന്നാണ്. അതായത് നമ്മൾ റേസിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ ഫാസിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സ്പീഷീസിസ്റ്റ്, നിങ്ങളുടെ ജീവവിഭാഗത്തിന് ടോപ്പായിരിക്കണം, വേറൊന്നും നിങ്ങൾക്ക് മുകളിൽ വരരുത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഇത്ര സില്ലി ആയിട്ടാണ് ഇവരൊക്കെ കാണുന്നത്, ഞാനിത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഈ മസ്കും AI കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്.